ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബനാന പുഡിങ്ങുമായിട്ടാണ്. അപ്പോൾ ബനാന പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 റോബസ്റ്റ് പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 എഗ്ഗുമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ചെറിയ ചെറിയ പീസാക്കി ബനാന ഇട്ട് കൊടുക്കുക. 2 എഗ്ഗും ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് പാലാണ്. 1 കപ്പ് പാലും 1 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇപ്പം നന്നായിട്ട് ബ്ലെൻഡാക്കി എടുത്തിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാം. ഇനി അടുത്തത് നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് കാരമലാക്കി എടുക്കുക. നമ്മളെ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര മതി. ഇതിലാറായാലും കയ്പ്പ് രസം ഉണ്ടാവും. ഇനി അത് പെട്ടെന്ന് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അത് പെട്ടെന്ന് സെറ്റാവണം. അത് വേഗം ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. നമ്മളെ പുഡിംഗ് ട്രയൽ ഒഴിച്ച് കൊടുത്ത കാരമലോട് സെറ്റായിട്ടുണ്ട്. പുഡിംഗ് സ്റ്റീം ചെയ്തെടുക്കാനുള്ള വെള്ളം നമുക്ക് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ കാരമലൊക്കെ നന്നായി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരിച്ച് വെച്ച മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലുള്ള എയർ ബബിൾസൊക്കെ നമുക്കൊരു സ്പൂൺ വെച്ച് ശരിയാക്കിയെടുക്കാം. നമ്മൾ സ്റ്റീം ചെയ്യാൻ വെച്ച വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് പുഡിംഗ് ട്രേ അതിലേക്ക് ഒരു തട്ട് വെച്ചിട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഒരു 20 മിനിറ്റിന് ശേഷം നമുക്കത് കുക്ക് ചെയ്തെടുക്കാം. നന്നായി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.